മതി മതി. ആർക്കാണോ ഒരു മഹത്വവുമില്ലാത്തത് അവരുടെ ശാപം ഫലിക്കട്ടെ. ഇനി ഞാൻ ദിവസവും തീർച്ചയായും ഇവിടേക്ക് വരും. പിന്നെ ഓരോ പക്ഷിയുടെയും മുട്ടയോ അല്ലെങ്കിൽ പക്ഷിയെയോ തീർച്ചയായും ഞാൻ തിന്നുകയും ചെയ്യും. മെയ് മാസത്തിന്റെ ആരംഭമായിരുന്നു. ബ്ലൂ വേൾഡ് കാട്ടിൽ രാവിലെ തന്നെ സകല പക്ഷികളും കറുത്ത പർവ്വതത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയോ, ഗോൾഡി പരുന്തിനെ കൊണ്ട് അടുത്ത കാടുകളിലെല്ലാം വിഷമത്തിലാണ്. അവനിപ്പോൾ നമ്മുടെ കാട്ടിലും സന്ദർശനം നടത്താറുണ്ടെന്നാ കേട്ടത്. അവൻ നമ്മളുടെ മക്കളെ വിഷമിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ കഴുകനെ കണ്ടത്. അവൻ വയലിൽ വിത്തിടുകയായിരുന്നു. ഓ മിൻകി കഴുക, നീ എത്ര ദിവസമായി കൃഷി ചെയ്യുന്നു? ഇപ്രാവശ്യം എന്താണ് സ്പെഷ്യലായി ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കുമായി. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഫലത്തിന്റെ കൃഷിയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ ഇതിനെ ഏതൊരു മൃഗമോ മനുഷ്യനോ ഒരു ദിവസം 3 തവണ ദിവസവും 1 മാസം കഴിച്ചാൽ അവർ നല്ല ശക്തിശാലികളായി മാറും. ഓഹോ, ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ? കഴുകന് കൃഷിയിൽ അത്ര താല്പര്യമുള്ളതുകൊണ്ട് അവൻ ദിവസവും രാവെന്നോ പകലൊന്നോ ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം അവന്റെ അധ്വാനത്തിന് ഫലം കണ്ടു. ഹായ്, എത്ര നല്ല രീതിയിലാ കൃഷി ചെയ്യുന്നത്. എല്ലാ പക്ഷികളും അവന്റെ വിള കണ്ട് ഓരോരുത്തരായി അവിടെ ഒത്തുകൂടി. അവസാനം എന്റെ അധ്വാനം ഫലം കണ്ടു. ഓ, ഇതാണോ ആ ഫലം? 1 മാസം തുടർച്ചയായി കഴിച്ചാൽ ആ മൃഗം എല്ലാവരെക്കാളും ശക്തിശാലിയായി മാറുമെന്ന് പറഞ്ഞത്? ആഹാ, അങ്ങനെ നടക്കും. പെട്ടെന്ന് കഴുകനൊരു ചിന്ത വന്നു. 1 മിനിറ്റ്, വിത്തിട്ടതനുസരിച്ച് ഇതിന്റെ ഫലങ്ങളുടെ നിറം ചുവപ്പായിരിക്കണം. പക്ഷേ ഈ നീല നിറത്തിൽ എങ്ങനെയായി? എന്റെ സഹോദരി ചിങ്കി കഴുകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫലങ്ങൾ ചുവപ്പു നിറത്തിലായിരിക്കുമെന്ന്. ആ സമയം മറ്റൊരു കഴുകനായ ചിങ്കി അവിടെ വന്നു. മിങ്കി കഴുക, നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇത് പറയൂ, ഈ ഫലങ്ങൾ ആരും തിന്നില്ലല്ലോ? ഇല്ല, ഞാനിത് ആർക്കും കഴിക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞത് ചുവപ്പ് നിറത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന്? പക്ഷെ ഇത് നീല നിറത്തിലുള്ള ഫലമാണ് ഉണ്ടായത്. ഓ, ഞാനിത് നിങ്ങളോട് പറയാനാണ് ഇവിടേക്ക് വന്നത്. ഞാൻ നിങ്ങളോടൊരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയിരുന്നു. ഈ ഫലം ഉണ്ടായാൽ ആദ്യം ഇതിന്റെ നിറം നീലയായിരിക്കും. പിന്നെ 2 മാസം നീലയായി തന്നെ നിൽക്കും. ഇങ്ങനെ ആരെങ്കിലും ദിവസേന ഇത് 1 മാസം കഴിച്ചാൽ അവന് തീരെ ശക്തിയില്ലാതായി മാറും. പക്ഷെ ഇതിന് 2 മാസമായാൽ ഇതിന്റെ നിറം ചുവപ്പായി മാറും. അപ്പോൾ ഇതാരെങ്കിലും 1 മാസം കഴിച്ചാൽ അവരുടെ ശക്തി 4 ഇരട്ടിയായി മാറും. അത് നന്നായി, നീ സമയത്ത് തന്നെയാ വന്നത്. ഇനി 2 മാസത്തേക്ക് അവധിയെടുത്ത് ഞാൻ നിന്റെ കൂടെ വരുന്നു. കുറച്ചു ദിവസം പട്ടണത്തിൽ താമസിക്കാലോ. ശരി. ഇത് പറഞ്ഞ് മിൻകി കഴുകൻ എല്ലാ പക്ഷികളോടും ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഏതെങ്കിലും പക്ഷിയോ മൃഗമോ ഇത് കഴിക്കരുത്. ഞാൻ തിരിച്ചു വരുന്നത് വരെ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ശരി മിങ്കി കഴുക. മിങ്കി കഴുകൻ ചിങ്കി കഴുകന്റെ കൂടെ അവിടെ നിന്നും പോയി. ശരി, നമ്മൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായോ? ആ ടീനു പക്ഷി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ പക്ഷികൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരിച്ചുപോയി. സോനുപ്രാവ് തന്റെ കൂട്ടിലിരിക്കുകയായിരുന്നു. അവന്റെ ഭാര്യയും അവന്റെ അടുത്തിരുന്ന് അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടിൽ 2 മുട്ടകൾ ഉണ്ടായിരുന്നു. നമ്മുടെ മുട്ടകൾ എത്ര ദിവസമായി ഇതുവരെ വിരിഞ്ഞില്ലല്ലോ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതൊന്നും ഒരു പ്രശ്നമില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാകും. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. കൊള്ളാലോ, 2 മുട്ടകൾ. അയ്യോ, ഇത് ഗോൾഡി അല്ലേ? ഗോൾഡി പരുന്ത് താഴെ വന്നു. എന്നിട്ട് ആ 2 മുട്ടകളും കൊത്തിക്കഴിച്ചു. ഗോൾഡി! ദുഷ്ടനായ പരുന്തേ, നീ എന്റെ മുട്ടകളെ നശിപ്പിച്ചല്ലോ. ദൈവം സഹായിച്ച് നിന്റെ ഓരോ എല്ലുകളും പൊട്ടിപ്പോകണം. മതി മതി. ആർക്കാണോ ഒരു മഹത്വവുമില്ലാത്തത് അവരുടെ ശാപം ഫലിക്കട്ടെ. ഇനി ഞാൻ ദിവസവും തീർച്ചയായും ഇവിടേക്ക് വരും. പിന്നെ ഓരോ പക്ഷിയുടെയും മുട്ടയോ അല്ലെങ്കിൽ പക്ഷിയെയോ തീർച്ചയായും ഞാൻ തിന്നുകയും ചെയ്യും. അതിനുശേഷം എല്ലാ പക്ഷികളും പ്രാവുകളെ കണ്ട് വളരെയധികം ദുഃഖത്തിലായി. ഈ ദുഷ്ടനായ ഗോൾഡിയെ എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ മോശമായ നോട്ടം നമ്മുടെ കാട്ടിലാണ്. ഇനി നമ്മൾ ഇവനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിനായി നമ്മൾ കുറച്ചധികം ആലോചിക്കേണ്ടതായി വരും.
എല്ലാ പക്ഷികളും നല്ലവണ്ണം പേടിച്ചിട്ടുണ്ടായിരുന്നു. ടീനു പക്ഷിയും നല്ല ആലോചനയിലായിരുന്നു. അവർ മണിക്കൂറുകളോളം ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പിന്നെ അവർക്കൊരു ഐഡിയ കിട്ടി. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കൂ. അവൾ മുഴുവൻ പക്ഷികളോടും എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. ഇത് കേട്ട് എല്ലാവരും പരസ്പരം മുഖം നോക്കിയിരുന്നു. അടുത്ത ദിവസം ഗോൾഡി പരുന്ത് വന്നു. വൗ, രാവിലെ തന്നെ നല്ല ഫ്രഷ് മുട്ടകൾ തിന്നാൻ കിട്ടിയാൽ സൂപ്പർ ആയിരിക്കും. ഈ പക്ഷികൾ എന്നെ രാജാവായി അംഗീകരിക്കാൻ തയ്യാറല്ല. അതുവരെ ബലം പ്രയോഗിച്ച് എന്റെ കാര്യം നേടേണ്ടിയും വരും. അവൻ മുകളിൽ നിന്ന് നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ടീനു മൈനയോട് സംസാരിക്കുകയായിരുന്നു. അവരിരുവരും നീലഫലത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മളെല്ലാവരും ഗോൾഡി പരുന്തിനെ കൊല്ലാൻ പോവുകയാണ്. എന്താ എന്താ പറഞ്ഞത്? നിങ്ങള് ആ ഗോൾഡി പരുന്തിനെ കൊല്ലുവെന്നോ? ഇതെന്താണ്, എന്നെ കൊല്ലാനുള്ള പ്ലാനിംഗ് ആണോ? ഗോൾഡി ശബ്ദമുണ്ടാക്കാതെ ഒരു കൊമ്പിലിരുന്ന് അവരുടെ സംസാരം കേൾക്കുവാൻ തുടങ്ങി. നമ്മൾ എങ്ങനെയാണ് ആ ദുഷ്ടനായ ഗോൾഡിയെ കൊല്ലുക? അവൻ വളരെ ശക്തിശാലിയാണ്. ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ നീ ഫലം കാണുന്നുണ്ടോ? ഇതൊരു സാധാരണ ഫലമല്ല. സാധാരണ ഫലമല്ലേ? അത് ഏതെങ്കിലും മൃഗമോ പക്ഷിയോ ഈ ഫലം ദിവസവും 4 എണ്ണം ഒരു മാസം തുടർച്ചയായി കഴിച്ചാൽ അവർ നല്ല ശക്തിശാലികളായി മാറുമെന്ന്. ഗോണ്ടിപ്പരുന്തിനെ പോലുള്ള 4 പരുന്തുകളുടെ ശക്തി അവന്മാരുടെ ഉള്ളിൽ വരും. ഓഹോ, ഈ ഫലത്തിന് ഇങ്ങനെയൊരു കാര്യമുണ്ടോ? ഞാൻ ഈ ഫലം ഒഴിച്ച് മറ്റൊന്നും ഈ മാസം കഴിക്കില്ല. ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഒരു മാസം ഇത് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം ഞാൻ ഈ ഗോൾഡി പരുന്തിനെ എന്നേക്കുമായി ഇല്ലാണ്ടാക്കും. ഈ സ്വപ്നം സ്വപ്നമായി തന്നെ നിൽക്കും. ഇനി ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ പരുന്തായി മാറും. അന്നു മുതൽ ഗോൾഡി പരുന്ത് ദിവസവും 4 പ്രാവശ്യം കാട്ടിൽ വരും. എന്നിട്ട് ആ ഫലം കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകും. ഇങ്ങനെ 30ാമത്തെ ദിവസവും വന്നെത്തി. പ്രിയ പക്ഷികളെ, ഇവിടെ വരൂ. ഗോൾഡിയുടെ ശബ്ദം കേട്ട് പക്ഷികളെല്ലാം പേടിച്ചു. പിന്നെ കുറച്ചു ദൂരെ നിന്ന് അവനെ നോക്കാൻ തുടങ്ങി. ഇന്ന് 30ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ ഏറ്റവും ശക്തിയുള്ള ഒരു പക്ഷിയായി മാറുകയാണ്. നിങ്ങളിത് എന്താണ് പറയുന്നത് ഗോൾഡി? ടീനു, നീ എന്താണ് ചെയ്യാൻ പോയത്? ഞാൻ അത് ചെയ്തു കാണിച്ചു. പിന്നെ ഇന്ന് 30ാമത്തെ ദിവസം ഞാൻ ആ ഫലം തിന്ന് നിങ്ങളുടെ എല്ലാം രാജാവായി മാറും. വേണ്ട ഗോൾഡി, അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്തായാലും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് ഗോൾഡി പരുന്ത് 4 ഫലങ്ങൾ കൂടി കഴിച്ചു. വാ, ഇന്ന് എനിക്കൊരു പ്രത്യേക ശക്തി കിട്ടിയതുപോലെ തോന്നുന്നു. ഇത് കേട്ട് പക്ഷികളെല്ലാം പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോൾ മിൻകി കഴുകൻ അവിടേക്ക് വന്നു. ഈ പരുന്ത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓഹോ, കഴുകൻ തിരിച്ചു വന്നോ? വരൂ വരൂ, പെട്ടെന്ന് തന്നെ എന്റെ കാൽക്കൽ വീണ് വണങ്ങൂ. നിങ്ങൾക്കെല്ലാം ഭ്രാന്ത് പിടിച്ചോ? മിണ്ടാതെ ഇവിടെ നിന്ന് പോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് പകരം ചോദിക്കും. നിങ്ങൾ എന്നോട് പകരം ചോദിക്കും? എനിക്ക് 4 പരുന്തുകളുടെ കൂടി ശക്തി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതും പറഞ്ഞു ഗോൾഡി പരുന്ത് കഴുകന്റെ നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ കഴുകൻ അവനെ ആക്രമിച്ചു. കഴുകൻ അവനെ നല്ലതുപോലെ ഉപദ്രവിച്ചു. പിന്നെ അവൻ തളർന്നു നിലത്തേക്ക് വീണു. അയ്യോ, എന്റെ ശക്തി മുഴുവനും ഇല്ലാതായേ! ഇതെന്താ സംഭവിക്കുന്നത്? പക്ഷികളെല്ലാം അവനെ നോക്കി ഉച്ചത്തിൽ ചിരിക്കുവാൻ തുടങ്ങി. ടീനു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ ഫലം കഴിച്ചാൽ ശക്തി കൂടുമെന്ന്? എന്റേത് ഇല്ലാതായി പോയി. ഗോൾഡി പരുന്തേ, ഈ ഫലം കഴിച്ചാൽ ശക്തി ഇല്ലാതെയാകും. നീ വിചാരിച്ചു വച്ചതുപോലെ നീ തന്ത്രപരമായി ഒളിച്ചു കേട്ടത് ഞങ്ങൾ മനഃപൂർവ്വം നിന്നെ കേൾപ്പിച്ചതാണ്. നിങ്ങൾ ഈ ഫലം കഴിക്കാൻ, പിന്നെ ഒരു മാസം നമ്മുടെ കുട്ടികളും മുട്ടകളും സുരക്ഷിതമായിരിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. ഇത് കേട്ട് ഗോൾഡി പരുന്ത് പരിഭ്രാന്തനായിരുന്നു. എന്താ, ഈ ചെറിയ പക്ഷികൾ എന്നെ വിഡ്ഢിയാക്കിയോ? ഇതും പറഞ്ഞ് ഗോൾഡി പരുന്ത് വളരെയധികം നിരാശനായി അവിടെ നിന്നും പോയി. പിന്നെ പക്ഷികളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.